വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1200 ആണ്ടിലെ മീനസംക്രമം ഉത്രം നക്ഷത്രത്തിലാണ്. മീനം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും, മിഥുനത്തിൽ കുജനും, കന്നിയിൽ ചന്ദ്രനും കേതുവും, കുംഭം രാശിയിൽ ശനിയും, മീനത്തിൽ ആദിത്യനും ബുധനും ശുക്രനും രാഹുവും ഗുളികനും സ്ഥിതി ചെയ്യുന്നു. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. കർമ്മ ഗുണവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുന്നതാണ്. ഇവർക്ക് കുടുംബ സുഖവും മനസ്സുഖവും ഉണ്ടാകുന്നതാണ്. സ്ത്രീജനങ്ങളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. എന്നാൽ അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. ഇവർക്ക് ഉപരിപഠന രംഗത്ത് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇവർക്ക് പലവിധ കാര്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഈ യാത്രകളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തുവകകൾ അനുഭവയോഗ്യമാകുന്നതാണ്. അതിനാൽ ഇത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതിനും അനുകൂലമായ കാലമാണ്. ഈ നക്ഷത്രക്കാർ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ്. പുണ്യ സ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തുവരുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിതശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 1, 12, 23 തീയതികൾ അനുകൂലമാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ഇവരുടെ ചിലവുകൾ വർദ്ധിച്ചു വരുന്നതുമാണ്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. അതുപോലെ ജീവിത പങ്കാളികളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ അവരുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം. ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ ചില ഗൃഹ ഉപകരണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുന്നതുമാണ്. സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. ഇവരുടെ പൂർവിക സ്വത്തുവകകൾ വിഭജിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. അതിനാൽ അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ അനുകൂലമായ കാലവുമാണ്. ചില അപവാദങ്ങൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. അതുപോലെ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 14, 28 തീയതികൾ അനുകൂലമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. കുടുംബജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ജീവിത പങ്കാളികളുമായി ചെറിയ ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ അവരുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും അവരെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവർ ധാരാളം പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട്. അതുപോലെ ഉന്നത വ്യക്തികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഭൂമി ക്രയവിക്രയം നടത്തുന്നതിനുള്ള അവസരം ഇവർക്ക് ഒത്തുവരുന്നതാണ്. എന്നാൽ ഇത്തരം ഭൂമിയുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ്. ഇവരുടെ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായി വരുവാൻ ഇടയുണ്ട്. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. വരുമാനം കുറയുകയും ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിത ശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 5, 17, 24 തീയതികൾ അനുകൂലമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച് ചിലവുകളും വന്നു ചേരുന്നതാണ്. ജീവിത പങ്കാളികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും കലാസാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. അതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളവർ അത്തരം കാര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥന്മാരെയും മേലധികാരികളെയും നേരിട്ട് കാണുകയും കാലതാമസം ഒഴിവാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ വക്കീലന്മാർക്കും മറ്റും കാര്യങ്ങൾ അനുകൂലമാണ്. ഏറ്റെടുക്കുന്ന വ്യവഹാരങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ആകുന്നതുമാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധനയിലൂടെ വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 8, 14, 22 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.